കുട്ടികളുടെയും കൗമാരത്തിന്റെയും മാനസിക ലോകത്തേക്ക് സഞ്ചാരപഥം തുറക്കുന്ന കുട്ടിക്കാലത്തിന്റെ പുതിയൊരു ലക്കം, പുതിയൊരു വിഷയവുമായി വീണ്ടും എത്തുകയാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുട്ടിക്കാലം ചർച്ചയ്ക്കെടുക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്നത്തേത്. ചൈൽഡ് പോണോഗ്രഫി എന്ന വിഷയം. എന്റെ ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയാത്തതുകൊണ്ട് എന്റെ ശരീരം കൊണ്ട് ഞാൻ നിന്റെ ശരീരത്തെ സ്പർശിക്കുന്നു എന്നാണ് ലൈംഗികതയെക്കുറിച്ചുള്ള ഏറ്റവും ഉദാത്തമായ ഒരു കാഴ്ചപ്പാട്. ഹൃദയത്തെ സ്പർശിക്കുന്ന ഏറ്റവും ആനന്ദത്തിന്റെ നിമിഷമാണ് ലൈംഗികത. പക്ഷെ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നിമിഷത്തിൽ മാത്രമാണ്. പക്ഷേ അത് പോലെ ദുരുപയോഗിക്കപ്പെട്ടൊരു പദമില്ല എന്ന് തോന്നുന്നു വർത്തമാനകാല ജീവിതം പരിശോധിക്കുമ്പോൾ. നമ്മുടെ കുട്ടികൾ അരുതായ്മകളുടെ കാണായ്മകളുടെ ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൗരവപൂർവ്വം കുട്ടിക്കാലം ആലോചിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ചൈൽഡ് പോണോഗ്രഫി പോലൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിന് ഏത് ആംഗിളിൽ നിന്ന് ചർച്ചയ്ക്കെടുക്കണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. കുട്ടികൾ ലൈംഗികതയ്ക്ക് അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ എത്തുന്നു എന്നതാണോ, അതല്ലെങ്കിൽ അവരിത്തരം കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ കാണുന്നു എന്നതാണോ എന്നൊക്കെയുള്ള പല തലങ്ങളിൽ അതിനെ ചർച്ചയ്ക്കെടുക്കാം. നമ്മുടെ മുഖ്യ ചിന്താവിഷയം ഈ ചൈൽഡ് പോണോഗ്രഫി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്, ഇൻഫ്ലുവൻസാണ്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈസിലി അവൈലബിൾ ആണ്. പണ്ടത്തെ അപേക്ഷിച്ച് മൊബൈലുകളിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാനസികമായും ശാരീരികമായും സാമൂഹികമായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് ഇതുമൂലം കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇതൊരു അഡിക്ഷൻ ഫോമിലേക്ക് വരെ ഇതിന്റെ ഉപയോഗം കൊണ്ട് ഇത് കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് പോണോഗ്രാഫി കാണുമ്പോൾ അത് ബ്രെയിനിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നു. ഈ സ്റ്റിമുലേഷൻ വീണ്ടും പുറത്ത് സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കാൻ ഇവരെ ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ സമൂഹത്തിലേക്ക് പോകുമ്പോൾ, സ്ത്രീകൾ ഓപ്പോസിറ്റ് നടന്നു വരുമ്പോൾ, ടീച്ചറിനെ കാണുമ്പോൾ, കൂടെയുള്ള സഹപാഠികളെ കാണുമ്പോഴെല്ലാം ലൈംഗിക ചൊവ്വയുള്ള ആ മനസ്സോടെയാണ് അവർ കാണുന്നത്. ഇത് വളരെ വലിയ സെക്ഷൽ അബ്യൂസുകളിലേക്കും റേപ്പുകളിലേക്കും വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാർ, അതിന്റെ മനഃശാസ്ത്രപരമായി വിലയിരുത്തുമ്പോൾ കുട്ടികൾ അരുതാത്ത പ്രായത്തിൽ കാണുന്നത് കൊണ്ട് ഇതിൽ എത്തിച്ചേരുന്നതാണോ, അതോ ഈ കുട്ടികളിലെ സ്വാഭാവിക ശാരീരിക വളർച്ചയുടെയും ഹോർമോണൽ ചേഞ്ചസിന്റെ ഒക്കെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണോ? സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന് പല പല ഘടകങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്കറിയില്ല. അതിനുശേഷമാണ് നമ്മൾ വ്യത്യാസങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചയുടെയും ശാരീരികമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആണ് പെണ്ണാണ് നമുക്ക് സ്വയം ബോധ്യമാകും. അങ്ങനെ നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു 11-12 വയസ്സാകുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് ഒരു ഐഡന്റിറ്റി വരുന്നത്, ജെൻഡർ ഐഡന്റിറ്റി എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുക. അപ്പൊ അവിടെ വരുമ്പോൾ പല ബുക്കുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. അവിടെ ഞങ്ങൾ ഈ സാർ പറഞ്ഞ പോലെ ബയോളജിക്കലായിട്ടുള്ള ഞങ്ങൾ പറഞ്ഞു ഒരു എനിക്കറിയാം ടെർമിനോളജി ഉണ്ട്. അത് നമ്മൾ പറയുന്നത് പ്യൂബർട്ടി പ്രീകോക്സ് എന്ന് പറഞ്ഞത്. പ്യൂബർട്ടി പ്രീകോക്സ് മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ പറഞ്ഞ പ്രായത്തിൽ വരുമ്പോൾ അമിതമായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള അർജ് ചില വ്യക്തികളിൽ കണ്ടുവരുന്നുണ്ട്. സാധാരണ വ്യക്തികളെക്കാട്ടിലും കൂടുതലായിട്ട് ഉള്ള സെക്ഷൽ ആയിട്ടുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത്. അതിനെ നമ്മൾ പ്യൂബർട്ടി പ്രീകോക്സ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഏജിൽ എത്തുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇതിലേക്ക് ടേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ ഏത് കേസ് നോക്കിയാലും പ്യൂബർട്ടിയുടെ ഏജ് ആകുമ്പോഴാണ് ഇവർ ടേൺ ചെയ്ത് വരുന്നത്. അപ്പൊ ആ പ്യൂബർട്ടി എന്നുള്ള ഏജും സാർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയും ചെറിയ വീടുകളും അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ മാതാപിതാക്കൾ സ്വയം ശാരീരിക തെളിവുകൾ കണ്ട കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഫാദറിന് സെർവന്റുമായിട്ടുള്ളോ അല്ലെ അമ്മയ്ക്ക് വേറൊരാളുമായിട്ടുള്ളോ ഒക്കെ കണ്ട കേസുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് കൂടുതൽ ഈ പറയുന്ന ഇതിനോടുള്ള താല്പര്യം അവർക്ക് ജനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും
കൂട്ടുകാരിൽ നിന്നും ഈ നമ്മൾ പറയുന്ന മാഗസീന് അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ കാണുന്ന ചില രംഗങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടികളിൽ ആ ക്യൂരിയോസിറ്റി കൂടാം, സെക്ഷലായിട്ടുള്ള ക്യൂരിയോസിറ്റി ഇവർക്ക് കൂടാം. അപ്പൊ നമ്മൾ പറയുന്ന ആ പ്രായത്തിലാകുമ്പോൾ ഈവൻ നമ്മുടെ തന്നെ സെക്ഷൽ ഓർഗൻ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷർ ഉണ്ടാവുന്നുണ്ടാവാം, ആണായാലും പെണ്ണായാലും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതിനോടുള്ള ക്യൂരിയോസിറ്റി, സെക്സ് എന്ന് പറയുന്ന, അപ്പൊ പലപ്പോഴും നമ്മൾ ചെറുപ്രായത്തിൽ കുട്ടികളെ ഇത് നമ്മൾ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിലുണ്ടാവും. അപ്പൊ അതിലേക്ക് വരുമ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പ്യൂബർട്ടി പ്രികോക്സോ അല്ലെങ്കിൽ ഇതിനോട് കൂടുതലായിട്ടുള്ള അഭിനിവേശമുള്ള കുട്ടികൾ ഇതിലേക്ക് വേഗം തിരിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിനോട് ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ, നമ്മൾ പറയുന്ന പോലെ ഇതിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന ഓപ്പോസിറ്റ് സെക്സിനെ അല്ലെങ്കിൽ ചിലവർ സെയിം സെക്സിനെ ആയിരിക്കും നമ്മൾ സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും അവിടെ ഇമോഷണൽ ആയിട്ടുള്ള ഒന്നും അവിടെ വരുന്നില്ല, സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മളത് കാണുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലാണ് അവര് സെക്സിനെ അവര് കാണുന്നുള്ളത്. അപ്പോൾ ബൈബിളിൽ തന്നെ ഒരുപക്ഷെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, നിങ്ങൾ സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ വിളിച്ചുണർത്തൽ. അത് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ പ്രായപൂർത്തിയായി ഒരു ഭാഗത്തിൽ എത്തുന്നതിന് മാത്രം നമ്മൾ സെക്ഷൽ അർജ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിലേക്ക് നമ്മൾ വരാവൂ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ടീച്ചർ, ഇതിനകത്ത് എനിക്ക് സാറ് പറഞ്ഞതിനോട് ചേർത്ത് ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റിയോ അല്ലെങ്കിൽ ഇത്തരം മാർഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് യഥാർത്ഥ ഒരു കാരണം നമ്മുടെ വീടുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഒരു പറച്ചിലുണ്ട്. അതിന് സയന്റിഫിക് ആയിട്ടും ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗൗരവമായി കാണുന്ന ഒരാളെന്ന നിലയിലും എങ്ങനെ സമീപിക്കും? സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ഓരോ വയസ്സിലും അവരറിയേണ്ട കാര്യങ്ങൾ പാരന്റ്സ് പലപ്പോഴും പറഞ്ഞു കൊടുക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വളരെയധികം ക്യൂരിയോസിറ്റി, വളരെയധികം ഉത്കണ്ഠ നിറഞ്ഞൊരു ഏരിയ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാണ്. അപ്പൊ പാരന്റ്സിൽ നിന്നും കറക്റ്റായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു കുട്ടിക്ക് പിന്നെ കുറച്ചൊക്കെ അവരുടെ ആ ഉത്കണ്ഠകൾ അങ്ങനെ ശമിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടാത്ത കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ കിട്ടാം, പക്ഷെ അവർ കിട്ടുന്ന അവർ യൂസ് ചെയ്യുന്ന അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ, ഇപ്പോൾ ബ്ലൂ ഫിലിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സുകൾ തരുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കാം, ബുക്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം, അതൊക്കെ ഒരുപാട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള, അതായത് ശരിയായിട്ടുള്ള ആക്ട് എന്താണോ അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും അവർ കാണുന്നത്. അപ്പൊ അവർക്കിത് കറക്റ്റായിട്ടുള്ള ഈ ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ എക്സാജറേഷൻ ആണ് അവരുടെ ചുറ്റുമുള്ളത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ കുട്ടിക്ക് ശരിക്കുള്ള പെരുമാറ്റങ്ങൾ എന്താണെന്നുള്ളത് പലപ്പോഴും മറന്നുപോകുന്നു. ഓപ്പോസിറ്റ് സെക്സിനോട് എങ്ങനെ പെരുമാറണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും മറന്നുപോകുന്നു. അവർ ചിലപ്പോൾ ഒരു ബ്ലൂ ഫിലിമിൽ കാണുന്ന വളരെ വൾഗർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സെക്സ് ആണ് അവർ കാണുന്നതെങ്കിൽ പലപ്പോഴും ഇങ്ങനെയായിരിക്കാം ഈ ഒരു ബിഹേവിയർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുന്നു. അത് പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനോട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയുള്ള പെരുമാറ്റം വളരെ നോർമലാണ് എന്ന് കരുതാനും ഉള്ള ഒരു ടെൻഡൻസി ഒക്കെ വളരെയധികം ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന പാരന്റ്സ് ഒരു നാണോ അല്ലെങ്കിൽ ഒരു ലജ്ജയൊന്നും കൂടാതെ കറക്റ്റ് ആയിട്ടുള്ള സെക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ ബാക്ക് ബെഞ്ചസിൽ നിന്നൊക്കെയാണ് കുട്ടികൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗ്യാങ് ആണ് കുറെ മിസ്കൺസെപ്ഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു IA എന്നുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് മാറ്റി നിർത്തി ഒരു മുറിയിൽ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ യൂഷ്വലി പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ പോണോഗ്രാഫി ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി പേഷ്യൻസിനെ ഈ പോണോഗ്രാഫിയായിട്ട് മാത്രം ബന്ധപ്പെട്ട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരന്തരമായി ഇതുപോലത്തെ സെക്ഷൽ ഇമേജസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം ഈ ഇമേജസ് മനസ്സിലേക്ക് വരും. പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുർബാന സമയത്ത്, വിഗ്രഹങ്ങൾ കാണുമ്പോഴെല്ലാം ഈ ഇമേജസ് ഇതിനകത്തേക്ക് കയറി വരും. യൂഷ്വലി വളരെ വലിയൊരു കുറ്റബോധം അവരിലുണ്ടാവുകയാണ്. ഞാൻ ഈ സമയത്ത് പറ്റില്ലായിരുന്നല്ലോ. പക്ഷെ അൺകൺട്രോളബിൾ ആയിട്ട് ഇമേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് എന്റെ കൺട്രോളിലല്ല. അപ്പോൾ ഇമേജസ് അതൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു. മെല്ലെ അതൊരു വിഷാദഭാവത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് ഉത്കണ്ഠ രോഗമായിട്ട് മാറാം. അതിനുശേഷം എല്ലാ ഏരിയയിൽ നിന്ന് ഉൾവരിഞ്ഞ് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാം. അത്ര വലിയ ഇമ്പാക്റ്റുകൾ ഈ സെക്ഷൽ അല്ലെങ്കിൽ ഈ പോണോഗ്രാഫി കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വാസ്തവം. തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കാണുന്നതിൽ നിന്ന് വിലക്കുന്നു എന്നുള്ളത് അതിനെ തടയാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു, കുട്ടി ഇനി കാണാൻ പാടില്ല, അല്ലെ അത്തരം കാര്യങ്ങൾ ആണോ ഫലപ്രദമാകുന്നത്, അതോ സെക്സ് എഡ്യൂക്കേഷൻ ആണോ നല്ലത്?
ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒരു മാനസികമായ ഒരു പ്രശ്നമാണ്. നമ്മൾ ടെർമിനോളജി പറഞ്ഞ സെക്ഷൽ ഡീവിയേഷൻ എന്നാ പറയും. സെക്ഷൽ ഡീവിയേഷൻ. ആ സെക്ഷൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമാണ്. ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമായിട്ടാണ്. കാരണം വേറെ ആരും കാണാതെ നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ മാത്രം ഇത് കാണുന്നു. ഒളിഞ്ഞു നോക്കുന്നതിനാണ് നമ്മൾ മാത്രം കാണുന്നു, വേറെ ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഇതൊരു അതുവഴിയാണ് അവർക്ക് സെക്ഷലായിട്ടുള്ള ഒരു നമ്മൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ അവരെ മാറ്റുകയാണ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം റിയൽ ആയിട്ടുള്ള സെക്ഷൽ ഇത് പോസിബിൾ ആയെന്ന് വരില്ല, കല്യാണം കഴിച്ചാൽ പോലും. കാരണം അവർക്ക് ഒളിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്യുന്നതിനകത്താണ് അവർക്ക് എന്താ വെച്ചാൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ സാർ പറഞ്ഞ പോലെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പോണോഗ്രാഫിയുടെ എന്തിൽ അവർ സ്വയം മാസ്റ്റർബേഷൻ ചെയ്തിട്ടുണ്ടാവും. മാസ്റ്റർബേഷനോടുകൂടി ആയിരിക്കും അവരുടെ ആ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അവർക്കത് പൂർണ്ണമാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം കല്യാണം കഴിഞ്ഞാൽ പോലും ഭാവിയിൽ അവർക്ക് എന്ത് പറ്റുക, ഒരുപക്ഷെ നേക്കഡായിട്ട് സ്വന്തം വൈഫിനെ കാണാനോ അല്ലെ അങ്ങനെയുള്ള ഇത് കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നു. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് ഇത് കാണരുത് എന്ന് പറഞ്ഞത് നിർത്തുന്നതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നമ്മൾ അവരെ എഡ്യൂക്കേഷൻ വഴിയാണ് അവരെ കൂടുതൽ അവർക്ക് മാറ്റം വരേണ്ടത്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയാറുള്ളത് തന്നെ ഇത് കൂടുതലും ലെവലിലേക്ക് വരികയാണ്. ചിലപ്പോൾ നമ്മൾ ചില ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ആവശ്യമായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചില മരുന്നുകൾ തന്നെ കൊടുക്കേണ്ടതായിട്ട്. ഇതിനകത്ത് ഹോർമോണൽ ആയിട്ടുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും ഹോർമോണൽ ആയിട്ടുള്ള ഒത്തിരി നമ്മൾ ആ പ്യൂബർട്ടി പ്രിക്കോക്സിൻ മുമ്പ് പറഞ്ഞതാണ്. അതിനകത്ത് തന്നെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. പല ആൾക്കാരും പറയാറുണ്ട് ഫുഡ് ഹാബിറ്റ് പോലും ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയ ജങ്ക് ഫുഡുകൾ പലപ്പോഴും ഇതിന് കാരണമായിട്ട് വരുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ. ഫുഡും ഇതിനൊരു കാരണമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് തന്നെ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പ്യൂബർട്ടി ലെവലിലേക്ക് ഇപ്പൊ വളരെ നേരത്തെ തന്നെ ഇപ്പോ മെൻസസ് ഒക്കെ വളരെ നേരത്തെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്ന ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അത് കുറെയൊക്കെ കുട്ടി ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ല. പലപ്പോഴും കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെയധികം ഉത്കണ്ഠകൾ, അവരുടെ ശരീരത്തിലുണ്ടാവുന്ന ചേഞ്ചസുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോ ഇതിനുള്ള എക്സ്പോഷേഴ്സ് വളരെ കൂടുതലാണ്. ഇപ്പോ നമ്മളൊരു മീഡിയ ഇപ്പൊ ടി വി തുറന്നാൽ തന്നെയും കുട്ടികളുടെ കാർട്ടൂണിന്റെ ഇടയ്ക്ക് കാണുന്ന അഡ്വർടൈസ്മെന്റിൽ പരസ്യങ്ങളിൽ പോലും സെക്ഷൽ കണ്ടന്റ് വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പൊ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിന്റെ എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് എല്ലാത്തിലും ഈ ഒരു ചൊകയോടുകൂടി കാണാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് വളരെ കൂടുതലാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു പോണോഗ്രാഫിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഐസൊലേറ്റ് ആക്കി ഇരുത്താനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ ഈസിലി അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സൈക്കോ എഡ്യൂക്കേഷൻ, ഈ ഫാമിലി എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനെ ഒരു തരം തിരിച്ച് കാണാൻ, തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മദ്യം കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പൊ തന്നെ അഡിക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പോണോഗ്രാഫി കണ്ടു കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ ആ കുട്ടിക്ക് സാധിക്കണം. അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് പേരൻസിന്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ളത്. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ വശം അവന് കിട്ടിയിരിക്കണം. യഥാർത്ഥ വശം കിട്ടാത്തവനാണ് അവനൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവുകയും ഇതാണ് റിയൽ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അത് ഭാവിയിൽ വളരെ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു പേഷ്യന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, പേഷ്യന്റെ വൈഫ് പറഞ്ഞതാ, അദ്ദേഹത്തിന് വൈഫിനോട് സെക്ഷൽ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. മറ്റൊരാള്, അതായത് സുഹൃത്തിനെ കൊണ്ടുവന്ന് വൈഫായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുത്താവോ, ഞാൻ പുറത്തിരുന്ന് കണ്ടോളാം. അത്ര വലിയൊരു ഡീവിയൻസ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ വളരെ ചെറുപ്പം മുതലേ ഈ പോണോഗ്രാഫി കാണുകയും ഇങ്ങനെയുള്ളതിനെ എൻജോയ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ സ്വന്തമായിട്ട് സാറ് പറഞ്ഞ പോലെ സെക്ഷൽ പ്രഷർ കിട്ടുന്നത് മറ്റൊരാൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കാണുമ്പോഴാണ്. ചെറുപ്പത്തിൽ തുടങ്ങിയതായിരുന്നു, പക്ഷെ വളർന്നപ്പോൾ ഉണ്ടായ ഒരു ഡീവിയൻസ് എത്രത്തോളം വലുതാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ അരുതാത്ത പ്രായത്തിൽ കാണുന്നു എന്നത് മാത്രമാണോ പ്രശ്നം, അതോ പിന്നെ കാഴ്ച ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണോ? എന്താ അതിന്റെ? അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പുള്ള പ്രായത്തിൽ ഇത് കണ്ടാൽ തന്നെയും കുട്ടികൾക്ക് ഇത് ഇതാണ് കറക്റ്റ്, മറ്റത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അപ്പൊ അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. പക്ഷെ അതല്ല, ശരിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കാണുന്ന ആ കാര്യമാണ് ശരിയായിട്ടുള്ളത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് പലതരത്തിലുള്ള ഡീവിയൻ സ്വഭാവങ്ങൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയും ചെയ്യുന്നു. ഇതൊരു മാനസിക രോഗമായി വരുന്നത് എപ്പോഴാണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്ഷൽ ഒബ്സഷൻ എന്ന് പറയുന്ന OCDയിൽ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഒരു ഉത്കണ്ഠ രോഗമുണ്ട്. ഈ ഉത്കണ്ഠ രോഗത്തിൽ സെക്ഷൽ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ചൊവ്വയുള്ള ചിന്തകൾ, ഇമേജസ് കണ്ടിന്യൂസ് ആയിട്ട് അൺകൺട്രോളബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പഠിക്കുന്ന സമയത്ത്, സോഷ്യൽ എന്തെങ്കിലും പുറത്തിരിക്കുന്ന സമയത്ത്
പള്ളിയിൽ പോകുന്ന സമയത്ത് ഈ ചിന്തകൾ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊരു വളരെ വലിയ രീതിയിൽ ഇവരിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ടെൻഷൻ ഉണ്ടാക്കുകയും അവരുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന രീതിയിലാവുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ മാനസിക രോഗത്തിന് തുടക്കം കുറിക്കുകയും പിന്നെ ഫ്യൂച്ചറിലേക്ക് അത് മറ്റു പല രോഗങ്ങളിലായിട്ട് രൂപാന്തരപ്പെട്ടു പോകാനുള്ള സാധ്യതയും സാധാരണ കാണാറുണ്ട്. ഈ പോണോഗ്രാഫി ലൈംഗിക മരവിപ്പിലേക്ക് നയിക്കുന്ന ഘട്ടങ്ങളുണ്ടോ? ഉണ്ടാവും. ചില കേസിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. ലൈംഗികപരമായിട്ടുള്ള ഇത് മരവിപ്പിലേക്ക് വരാനുള്ള സാധ്യത. നമ്മൾ പറഞ്ഞ മാസ്റ്റുർബേഷൻ തന്നെ നമ്മൾ പറയുന്നത്, ഇത് കണ്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. നമ്മൾ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ റിട്ടാർഡഡ് ഇജാക്കുലേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറക്ഷനെ ഇല്ലാതെ വരാം. ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ഒരു മേഖലയാണെന്ന് പറയുന്നത് സെക്ഷൽ ഇറക്ഷൻ എന്ന് പറയുന്നത്, അത് തന്നെ അവർക്ക് നഷ്ടപ്പെടാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അവർക്കൊരു വിഷയത്തിൽ ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, സെക്ഷൽ ആക്ടിവിറ്റീസ്. പക്ഷെ ഒരിക്കലും അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ കാണുന്നതിലൂടെ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ സ്വവർഗരതി പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത്തരം സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ഒരു പോണോഗ്രാഫി കാണുന്നതിലൂടെ, പ്രത്യേകിച്ച് സ്വവർഗരതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാറുണ്ടോ ഇതിലൂടെയൊക്കെ? ഇത്തരം കാഴ്ചകളിലൂടെ സാധ്യതയുണ്ടോ അതിന്? സാധാരണഗതിയിൽ ഈ ഒരു പോണോഗ്രാഫി കണ്ടു എന്ന് വിചാരിച്ച് ഒരു സ്വർഗരതിയിലേക്ക് പോകാനുള്ള സാധ്യതയേക്കാൾ അപ്പുറം അതൊരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ ഒരു ബൈസെക്ഷൽ രീതിയിലേക്ക് പോകാം, ആണിനോടും പെണ്ണിനോടും ഒരേ രീതിയിൽ ഈ പോണോഗ്രാഫിയിലൂടെ അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് മാറുമെങ്കിലും ഈ പോണോഗ്രാഫി കൊണ്ട് മാത്രം ഒരു ഹോമോസെക്ഷൽ എന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് സാധാരണ. പക്ഷേ ഒത്തിരി മിസ്കൺസെപ്ഷൻസ് രൂപം കൊള്ളാനുള്ള ചാൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് ഇങ്ങനെ ഒരാൾ എത്തിയാൽ മരുന്നുകൊണ്ടാണോ അതോ ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് അത്തരത്തിലുള്ള ഒരു സമീപനമാണോ? രണ്ടും ആവശ്യമുണ്ട്. ഇതിന് രണ്ടും ആവശ്യമുണ്ട്. രണ്ടും കൂടെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഈ പറയുന്ന സെക്ഷൽ ഡീവിയേഷൻ എല്ലാം തന്നെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർ ഒരു സെഷൻ കൊണ്ട് ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ച് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നീട് അത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരാനോ ട്രീറ്റ്മെന്റ് എടുക്കാനോ അവർ തയ്യാറാവുന്നില്ല. ആ സോഷ്യൽ സ്റ്റിഗ്മയുള്ളതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു കുട്ടിക്ക് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ആ വീട്ടുകാർ തന്നെ പുറത്ത് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പൊ അവർ വന്ന കേസുകളിൽ പോലും പിന്നെ അവർ പിന്നീടുള്ള ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അവർ വീണ്ടും വരുന്നതായിട്ട് നമുക്ക് കാണാറില്ല. അതും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതെപ്പോഴും നമ്മൾ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട്. സാറ് തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചത് പോണോഗ്രാഫി കാണുന്നത് ശരിക്കും റേപ്പിനൊക്കെ കാരണമാകുന്നു എന്ന് പറഞ്ഞു. അത് ഏതർത്ഥത്തിലാണ് അങ്ങനെ ഒരു സാധ്യത രൂപപ്പെടുന്നതിന്റെ കാരണം എന്താണ്? പലപ്പോഴും ഇങ്ങനെയുള്ള പോർണോഗ്രാഫി കണ്ടിട്ട് അതിൽ കാണുന്ന സീനുകൾ ഇപ്പൊ പലതും വളരെയധികം എക്സാജറേറ്റഡ് ആയിട്ടുള്ള സീനുകളാണ്. അങ്ങനെയുള്ള സീനുകൾ കണ്ടിട്ട് അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്നുള്ള ചിന്ത പലപ്പോഴും ചെറിയ കുട്ടികളാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അഡോളസന്റ് ഏജിലൊക്കെ അത് കാണുമ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. പിന്നെ പലപ്പോഴും ഇവർ വല്ലാതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വല്ലാതെ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് മുമ്പിൽ കാണുന്ന ഒബ്ജക്ട്, അത് അമ്മയാണോ പെങ്ങളാണോ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിലേക്കും റേപ്പിലേക്കും ഒക്കെ ചിലപ്പോൾ നീണ്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് അതൊരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുന്നത്. ലൈംഗികതയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് സ്നേഹമാണല്ലോ. സ്നേഹമല്ല അവിടെ, സെക്ഷൽ ഒബ്ജക്റ്റ് മാത്രമാണ്. ഈ പോണോഗ്രാഫി കൊണ്ടുണ്ടാവുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ഗൗരവമായ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഒരു പേഷ്യന്റ് പങ്കുവച്ചൊരു കാര്യമാണ്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളെ കാണിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബസ്സിൽ കയറും, സൗകര്യമുള്ള സ്ഥലത്ത് ഇരുത്തും, എന്നിട്ട് സ്ത്രീകളെ കാണിച്ച് സ്വയംഭോഗം നടത്തും. ഒത്തിരി ഇഷ്യൂസ് അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും റോഡിലൂടെ വലിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബോഡി ഇഞ്ചുറി വന്നിട്ടുണ്ട്. എന്നാലും റിപ്പീറ്റ് ചെയ്യുക. അത്രയും കോൺസിക്വൻസസ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് റോള് പോണോഗ്രാഫിക്ക് ഇതിലുണ്ട്. ടീച്ചറെ, സാധാരണഗതിയിൽ നമ്മൾ ലൈംഗികതയെ നമ്മളൊരു പേടിയോടെ സമീപിക്കുന്ന ഒരു സമീപനം മാറണം എന്നുള്ളൊരു ആവശ്യം കാലങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളൊക്കെ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും വീടകങ്ങളിൽ തന്നെ ഇത് ചർച്ച ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്നേഹമാണ് ഇതിന്റെ ലൈംഗികതയുടെ പിന്നിലെ ഊർജം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എങ്ങനെ കുട്ടികളെ നയിക്കാൻ പറ്റും? നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൺകുട്ടികളെ വളർത്തുന്ന അമ്മമാര്, ആ അമ്മേനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആൺകുട്ടി
അമ്മയെ വളരെയധികം സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ആൺകുട്ടിക്ക് ഒരിക്കലും വേറൊരു സ്ത്രീയെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവളൊരു ഒബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിൽ നോക്കിക്കാണാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വളർന്നു വരുമ്പോൾ നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തുക. സ്ത്രീയോടാണെങ്കിലും മറ്റ് ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുമ്പോൾ റെസ്പെക്റ്റോടുകൂടി അവരുടെ ഉള്ളിലൊരു ഹൃദയമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുക. ഒപ്പം തന്നെ കുട്ടികൾ ഈ ഒരു അഡോളസെന്റ് ഏജിൽ വളരുമ്പോൾ ഒരുപാട് ഇവർക്ക് ഇങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ വളരെയധികം കൂടുതലാണ്. പക്ഷെ അപ്പൊ ആ സമയങ്ങളിലൊക്കെ കുട്ടികളെ കുറച്ചും കൂടി ക്രിയേറ്റീവായ രീതിയിൽ അവരുടെ തോട്ട്സിനെ തിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കലാപരമായിട്ടുള്ള വാസനകൾ, അതിലേക്കൊക്കെ അവരുടെ എനർജി ഈ ഒരു ഏജിൽ വല്ലാണ്ട് കുട്ടികൾക്ക് എനർജി വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനെ ക്രിയേറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് കുട്ടികളാണെങ്കിലും കുട്ടികളോട് പാരന്റ്സ്, ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള തോട്ട്സുകൾ നോർമലാണ്, പക്ഷെ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറെയൊക്കെ അവരെ തോട്ട് ഡീവിയേഷൻ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, അവളുടെ മനസ്സിനെ കാണാനായിട്ട് പറ്റണം, അവളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റണം. സാധാരണ സെക്ഷൽ ഡീവിയൻസ് ഉള്ള കുട്ടികളുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ പേരൻസിനും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം ടീച്ചർ പറഞ്ഞ പോലെ ഫാമിലിയുടെ ഒരു ബോണ്ടാണ്. കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞത് അതാണ്. അവിടെ നിന്നായിരിക്കണം കുട്ടികളിൽ തോട്ട് പ്രോസസ്സ് വളർന്നു വരേണ്ടത്. അപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ ഈ കുട്ടിക്ക് സാധിക്കണമെങ്കിൽ ഫാമിലിയിൽ ആ സ്നേഹം അവർ കാണണം. എന്നാൽ മാത്രമേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ ഇതല്ല യഥാർത്ഥ സ്നേഹം ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അത് ഫാമിലിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ബൈബിളിൽ ജഡത്തിന്റെ സന്തതിയല്ല എന്നൊക്കെ പറയും. അപ്പൊ അത്രയും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണമല്ലോ. സാറ് ഇതിനെ കുറിച്ച് എന്താ പറയുക? തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെയാണ് മനുഷ്യരിലും ലൈംഗികത ഉള്ള പോലെ തന്നെ മൃഗങ്ങളിൽ ലൈംഗികതയുണ്ട്. ഈ രണ്ടിനുള്ള വ്യത്യസ്തം എന്ന് പറയുന്നത് ഇവിടെ സ്നേഹമാണ്. മൃഗങ്ങൾ എന്ന് പറയുന്നത് സീസണൽ ആയിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ പ്യുവർലി ബയോളജിക്കൽ ആയിരിക്കും. മനുഷ്യലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ലവ് എന്ന് പറയുന്നത് നമ്മൾ ലവ് മേക്കിംഗ് എന്നാണ് പറയുന്നത്. അതെ, മറ്റൊരു ജൈവിക ചോദനയാണ്. അതിന് എപ്പോഴും അങ്ങനെ തോന്നുകയില്ല. ആഹാരത്തിന് വേണ്ടി മാത്രം ബയോളജിക്കൽ ആയിട്ടുള്ള കിണചേരുന്നത് ആ തോന്നുന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ മനുഷ്യരിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ലൈംഗികതയെ കാണുന്നത്. അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമാണ്. നമുക്കറിയാം വൈകുന്നേരം അവരെന്തെങ്കിലും കലഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു ശാരീരിക ബന്ധമുള്ള പിറ്റേ ദിവസം അവരെല്ലാം മറക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടമാക്കാൻ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പറയാറുണ്ട് എപ്പോഴും ലൈംഗികമായിട്ടുള്ള അവർ തമ്മിലുള്ള അടുപ്പം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന മനുഷ്യരുടെ സ്നേഹം വേണം. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള വൈകല്യങ്ങളിൽ കൂടെ വളർന്നു വരികയാണെങ്കിൽ നമുക്കവിടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി ആയിപ്പോവും. നമ്മൾ മൃഗങ്ങളെ പോലെ ആയിപ്പോവും. നമുക്ക് അതർ പേഴ്സൺ സെക്ഷൽ ഒബ്ജക്റ്റ് മാത്രമായി. അപ്പോൾ അവിടെ ഒരു ആനന്ദത്തിന്റെ ലെവലിലേക്ക് പൂർണ്ണതയിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾക്കത് അംഗീകരിക്കാനും പറ്റില്ല. സ്വർഗീയ ആനന്ദത്തിന്റെ ഭൂമിയിലെ മനുഷ്യർക്കിടയിലെ ആനന്ദത്തിന്റെ പേരാണ് ലൈംഗികത. പക്ഷേ വാക്ക് നമ്മൾ ഉച്ചരിച്ച് തെറ്റിദ്ധരിച്ചുപോയി. പാപം എന്ന് ആരോ അതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കുകയും ചെയ്തു. രഹസ്യ ചർച്ചകളിൽ ഇച്ചീച്ചിയായി നമ്മൾ അതിനെ ചർച്ചക്കെടുക്കുകയും ചെയ്തു. ഹൃദയത്തോട് ചേർത്തുവെച്ച് ലൈംഗികതയെ കാണാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലാണ് ലൈംഗികത സംഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. നമുക്ക് തിരിഞ്ഞു നടക്കാം. നമ്മുടെ കുട്ടിത്വം, നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട നിലയിലാണ് പലപ്പോഴും ഈ ലൈംഗികതയെ മനസ്സിലാക്കുന്നത്. ഇത്ര പവിത്രമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ആ പളുങ്കുപാത്രത്തെ അവർ മലീമസമാക്കുമായിരുന്നില്ല. ആ പളുങ്കുപാത്രമാണത് എന്ന തിരിച്ചറിവ് നാം കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. ആ തിരിച്ചറിവ് കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് കഴിയട്ടെ. നമ്മുടെ ബന്ധം കണ്ട് നസ്രത്തിലെ തിരുക്കുടുംബം പോലെയാണ് എന്റെ വീട് എന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചറിയട്ടെ. അപ്പോൾ ഊഷ്മളമായ ഹൃദയബന്ധങ്ങൾ പോലെ ലൈംഗിക ബന്ധങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളരും. കുട്ടിക്കാലത്തിന്റെ ഇലക്കം പൂർണ്ണമാവുകയാണ്. നന്ദി, നല്ല നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി. പിൻകോഡ് 680309. മെയിൽ @ goodnesstv.tv. ഫോൺ 048027000893.
കുട്ടിക്കാലം കുട്ടിക്കാലം കുട്ടിക്കാലം